ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നലെ RSSൻ്റെ ഒരു നേതാവ്, അതായത് RSSൻ്റെ മുഖപത്രമായ കേസരിയുടെ മുഖ്യ പത്രാധിപർ ഒരു പ്രസംഗം നടത്തി. അതും വിദ്വേഷ പ്രസംഗം തന്നെയാണ്. ഒരു ക്ഷേത്രാങ്കണത്തിൽ എന്തോ ഒരു പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ്. അത് പ്രത്യേകിച്ച് വേടനെയും വേടൻ്റെ കവിതകളെയും ഒക്കെയാണ് അയാൾ കൂടുതലും പരാമർശിച്ചത്. അദ്ദേഹത്തെ പോണക്കുള്ള ഒരു പത്രാധിപർ അല്ലെങ്കിൽ RSS എന്ന ഒരു സംഘടന ഇവിടുത്തെ ദലിതിനെയൊക്കെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് ഇവിടുത്തെ ദലിത് സംഘടനകളും RSSലുള്ള ദലിതനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരു ചെറിയ ഒരു അഭ്യർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് പല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. എങ്കിലും എൻ്റെ പരിമിത അറിവ് വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇവിടെ ഈ NR മധു എന്ന് പറയുന്ന പത്രാധിപർ വേടൻ ഒരു വിഘടനവാദിയായിട്ടൊക്കെയാണ് വേടനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവനവൻ്റെ സ്വന്തം ജാതിയിൽ അനുഭവിച്ച കഷ്ടതകളൊക്കെ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ പ്രകടിപ്പിച്ചപ്പോൾ അവനൊരു വിഘടനവാദിയായി, അല്ലെങ്കിൽ അവൻ്റെ സമൂഹം മൊത്തം വിഘടനവാദികളാക്കിയാണ് ഈ NR മധു എന്ന് പറയുന്ന വരേണ്യവർഗ വ്യക്തി വേടനെക്കുറിച്ച് സംബോധന ചെയ്തത്. തമോ ശക്തികളൊക്കെ വേടൻ്റെ പിന്നിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ തമോ ശക്തി എന്നൊക്കെ പറയുമ്പം വൻ ശക്തികളൊക്കെയാണ്. കാരണം ഈ വിഘടനവാദികളും ദേശദ്രോഹികളും ഒക്കെയാണ് വേടൻ്റെ പിറകിലെന്ന് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. ആരൊക്കെയാണ് വേടൻ്റെ പിറകിലെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം വേടനെ കുരുക്കാൻ ആരൊക്കെയാണ് മുൻകൈ എടുത്തിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം ഈ ഒരൊറ്റ സംസാരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി. വേടനെ ആരൊക്കെയാണ് ട്രാപ്പ് ചെയ്തതെന്ന്, ട്രാപ്പിലാക്കാൻ ശ്രമിച്ചതെന്നും ഒക്കെ. അപ്പം ഞാൻ പ്രത്യേകിച്ച് ആ ഒരു കാര്യം പറയുകയാണ്. RSS എന്ന സംഘടനയിൽ ദലിതനും പട്ടികജാതിക്കാരനും താണവർഗക്കാരും മതന്യൂനപക്ഷക്കാരും പിന്നോക്കരും ഒക്കെ ഉണ്ട് എന്നുള്ളത് MR മധുവും സംഘടനയും തിരിച്ചറിയുന്നത് ഏറ്റവും നല്ലതാണെന്നുകൂടെ ഞാൻ പറയുന്നു. കാരണം RSS എന്ന സംഘടന കൊണ്ട് നിങ്ങളെപ്പോണക്കുള്ള വിഷം ചീറ്റുന്ന ജന്തുക്കൾ ഉള്ള നാട്ടിലാണ് ഞങ്ങളും ജീവിച്ചിരിക്കുന്നതെന്നൂടെ ഒരു ബോധം ഞങ്ങൾക്കുണ്ട്. ശശികലയൊക്കെ വിഷം ചീറ്റുന്നത്, അതായത് ജാതീയ വിഷം ചീറ്റുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത മധുവിനെ പോണക്കുള്ള പത്രാധിപർക്ക് ഉള്ള നാട്ടിൽ ജീവിക്കുമ്പം ഞങ്ങളും അതുപോലൊക്കെ കരുതി തന്നെ ഇരിക്കും എന്നുള്ളത് മധു ഓർത്തിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് പറയാൻ, വേടൻ്റെ പാട്ടുകളൊക്കെ കൊള്ളൻ്റെ അടുത്തൊക്കെ കൊണ്ടു തുടങ്ങി, കൂരമ്പുകളായിട്ടൊക്കെ പതിക്കാൻ തുടങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം 1000 ദുഷ്ടശക്തിക്ക് വേടം മതി. വേടൻ ഒരു കുഞ്ഞു പയ്യൻ ഇത്രയും പറഞ്ഞപ്പോഴത്തേനും നീയൊക്കെ പൊട്ടിപ്പുറപ്പെട്ട് ഇറങ്ങി വന്നല്ലോ. പിന്നെ നീ വേടനെക്കുറിച്ച് പറയുന്നത് കേട്ട് വേടൻ്റെ പാട്ടുകൾ ക്ഷേത്ര പരിസരങ്ങളിലൊന്നും വെക്കരുതെന്ന്. വേണ്ട, താൻ വെക്കണ്ട. തൻ്റെ ക്യാമറയെ നടത്തിക്കൂ. താനൊരു 1-2 ക്യാമറയൊക്കെ തൻ്റെ ക്ഷേത്രാങ്കണത്തിൽ നടത്തിക്കൂ. താനോ, ബാക്കി ഞാൻ പറയുന്നില്ല. കാരണം ഞങ്ങൾക്ക് പറയാനറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഞങ്ങളത് പറയാതിരിക്കുന്നത് എന്നൂടെ ഓർമ്മ വേണം. ഞങ്ങൾക്ക് നല്ല ഭാഷയിലൊക്കെ സംസാരിക്കാനൊക്കെ അറിയാം. പിന്നെ ഞങ്ങൾ ഇപ്പോഴത്തെ ഈ സമയോചിതമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയാണ്. ഇതിലും മോശമായിട്ടൊക്കെ സംസാരിക്കാൻ കൃത്യമായിട്ടറിയാം. അത് ഏത് ഭാഷ ഉപയോഗിക്കണമെന്നും കൃത്യമായിട്ടറിയാം.
പിന്നെ നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ, ആളിനെ കൂട്ടാൻ അങ്കണങ്ങളിൽ വേടൻ്റെ പരിപാടിക്ക് പകരം ക്യാബറ താനൊക്കെ എത്ര ക്യാബറ ഡാൻസ് കണ്ടിട്ടാടും ആ ക്ഷേത്രാങ്കണത്തിൽ വന്ന് നിൽക്കുന്നത്? തൻ്റെ പൂർവികർ എത്ര ക്യാബറ ഡാൻസുകളാ ക്ഷേത്രാങ്കണങ്ങളിലോ അല്ലെങ്കിൽ തൻ്റെ കുടുംബ പശ്ചാത്തലത്തിലൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് തനിക്കറിയാവോ? ഇത് തിരുവാതിര എന്ന് പറയുന്ന ഒരു കളി നിനക്കറിയാവോ? ഞങ്ങൾക്കറിയാതെ എന്താണെന്ന്. ഞങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പേരുണ്ടായിരുന്നു. ആ പേര് മാറ്റിയിട്ടാണ് ഇപ്പം തിരുവാതിര എന്നായത്. ആ കളി അങ്ങ് കളിച്ച അത് നിൻ്റെയൊക്കെ പൂർവികർ കളിച്ചുകൊണ്ടിരുന്നതാണ്. ആ കഥയൊന്നും നമ്മളോട് അടുത്ത് പറയരുത്. ഈ ക്യാബറയുടെ കഥ പറയുമ്പോൾ അത് ഒരു ക്യാബറയായിരുന്നു. ആ ക്യാബറ എവിടെയൊക്കെയാണ് നടത്തിയത്? കാരണം ഇന്നിപ്പം ആ ക്യാബറയൊന്നും കാണാൻ ആളില്ല, എല്ലാം മുതുകൂത്തായിപ്പോയില്ലേ. ഒരു മുതുകൂത്ത് കാണാൻ ഇന്ന് ആളില്ലെന്നേ. നിങ്ങളെന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? വേടൻ്റെ പരിപാടിക്ക് നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിൻ്റെ അമ്പലങ്ങളിലൊക്കെ വിളിച്ചാൽ മതി. വേടൻ്റെ രാഷ്ട്രീയം പറഞ്ഞിരിക്കും. കാരണം അന്യാധീനപ്പെട്ടു പോയതാണല്ലോ ദലിതനൊക്കെ ഈ ക്ഷേത്രങ്ങളും അതിൽ പ്രവേശിക്കുന്നതുമൊക്കെ. നിന്നെ പോണക്കുള്ള വരേണ്യവർഗം അത് പിടിച്ചു വച്ചിരിക്കുകയല്ലേ. അത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ചരിത്രം അറിയത്തില്ല. ആ ചരിത്രം ഞങ്ങൾ പഠിപ്പിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നീ ഈ കരയെ നിൽക്കത്തില്ല, ഈ ദേശത്ത് കാണത്തില്ല. കാരണം ഒരു 45 അതായത് ഒരു 60 വയസ്സിന് മേളിലോട്ടുള്ള വ്യക്തികളോട് ഇന്നും ചോദിച്ചു കഴിഞ്ഞാൽ, ആ ജീവിച്ചിരിക്കുന്ന 60 വയസ്സിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ പൂർവ്വ പിതാക്കന്മാർ ചെയ്ത ദുഷ്പ്രവർത്തിയെക്കുറിച്ചൊക്കെ, അതായത് ദലിതനോടും ദലിത് സംഘടനകളോടും ദലിത് സമൂഹത്തോടും ചെയ്ത ദുഷ്പ്രവർത്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോഴും വിവരിക്കും. ഞങ്ങൾക്കതൊന്നും മറക്കാനുള്ള ഒരു സമയം എന്താ? നീ അതിനു മുമ്പേ ഇപ്പോഴേ വേടനെ ഒന്നും തീർക്കാൻ നോക്കരുത്. ഒരു 10, 600, 700 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ വരാനിരിക്കുന്ന തലമുറകളൊക്കെ തീരുമാനിക്കും ഞങ്ങളത് മറക്കണോ വേണ്ടായോ എന്ന്. ഒരു 1930 കാലത്തിന് മുമ്പോട്ടുള്ള ഒരു ചരിത്രം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മന്നത്ത് പത്മനാഭനൊക്കെ എന്തിനാണ് NSS ഒക്കെ ഉണ്ടാക്കിയെന്നൊക്കെ തനിക്കറിയാമായിരിക്കും. അതെന്തോ ആശയത്തിൻ്റെ പുറത്താണ് NSS ഒക്കെ ഉണ്ടാക്കിയതെന്നും ഒക്കെ തനിക്കറിയാം. SNDP ഉണ്ടായത് എങ്ങനെയാണെന്നും ഇവിടുത്തെ KPMS അതായത് പുലയർ മഹാസഭയൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്നൊക്കെ, അതായത് അന്നത്തെ നവോത്ഥാന നായകന്മാരായിരുന്നു അവർ. ഇതെന്തിനാണെന്നൊക്കെ ഞങ്ങൾക്ക് ഈ കൃത്യമായിട്ട് അറിയാം. ഞങ്ങളത് പിന്നെ പൊട്ടിഘോഷിക്കുന്നില്ല. മധു ആരാ? ഞാൻ ഇന്നലെയാണ് കാണുന്ന മധു ആരാണെന്ന്. ഞങ്ങൾക്ക് അത്രേ നിന്നെക്കുറിച്ചൊക്കെ അറിവുള്ളൂ. അതേസമയം ഇന്ന് ഈ ഒരു അതായത് ഒരു 5 വയസ്സിന് മേളിലോട്ടുള്ള ഏതൊരു കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ വേടൻ ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും. താൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അത്രയാണ് വ്യത്യാസം. ഞാൻ പറയുന്നല്ലോ, നാലമ്പലങ്ങളിലൊക്കെ ക്യാബറ നടത്തണമോ നാളെ കൂടാൻ? കാരണം നടത്തേണ്ടി വരും. കാരണം നീയൊക്കെ ഭരണസമിതിയായിട്ടിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും അതായത് ആളുണ്ടാകത്തില്ല. കാരണം നീയൊക്കെ വിഷമാണ് അവരുടെ മേൽ കുത്തിവെക്കുന്നത്. ആ വിഷം കുത്തിവെക്കാൻ ഇവിടുത്തെ ജനങ്ങളാരും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ആളില്ലാത്തത്. നല്ല മനസ്സിനെ ശുദ്ധമാക്കുന്ന സംഗീതം കേട്ട് അവരവരുടെ പാട്ടിന് പോകുന്നുണ്ട്, അവരാഘോഷിക്കുന്നുണ്ട്. നീയും നല്ലൊരു നിൻ്റെ ഒരു കവിത ഞങ്ങൾ കേട്ടായിരുന്നു. നീയും കവിതയൊക്കെ തുള്ളുന്നേ. നിൻ്റെ ക്യാമറ വേണമെങ്കിൽ അവിടെ വെച്ചോ, അമ്പലങ്ങളിലൊക്കെ ആൾക്കാർ കൂടുവാണെങ്കിൽ കൂടിക്കോട്ടെ. നീ വേടനെ വെക്കണ്ട. വേടൻ്റെ വേദികൾ വേടൻ കണ്ടെത്തിക്കോളും, അല്ലെങ്കിൽ വേടന് ഇവിടുത്തെ സമൂഹം വേദികൾ കണ്ടെത്തി കൊടുത്തോളും. നീ അതിന് ഇത്ര ബുദ്ധിമുട്ടുണ്ട. ഏതൊക്കെ രീതിയിൽ ഒരു ദലിതനെ ഇടിച്ചു താക്കാമെന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട്. ഇതിപ്പോൾ 21-ാം നൂറ്റാണ്ടാണ്. 16, 14, 15 നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞു പോയി. അതിൻ്റെ കാലഘട്ടങ്ങളും കഴിഞ്ഞു പോയി. ഈ ഭാവി കാലഘട്ടങ്ങളൊക്കെയാണ്, പുതുതലമുറകളാണ് വരുന്നത്. ഈ പുതുതലമുറയിൽ കൂടുതൽ വിഷം ജാതീയമായിട്ടും അല്ലെങ്കിൽ ധ്രുവീകരണ പ്രസ്ഥാനം, അതായത് ബ്രിട്ടീഷുകാർ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിച്ച് ഭരിക്കുന്ന പോണക്കൊന്നുമല്ല ഇന്നത്തെ പുതുതലമുറ.
അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും ശക്തിയും ബ്രെയിനും ഒക്കെ ഉള്ള സമൂഹമാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ മോദിയൊക്കെ അത്രയും താണുപോയത്. കാരണം അവരൊക്കെ കൃത്യമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെയാണ്. പിന്നെ മോദിക്കൊക്കെ ശരിക്കും കൊണ്ടു വേടൻ്റെ പാട്ടുകൾ, അത് മലയാളത്തിലായതുകൊണ്ട് കൃത്യമായിട്ട് വാർത്ത പറയുക. പക്ഷേ അത് മറ്റ് നാനാ ഭാഷകളിലും ഇത് പ്രചരിപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നിന്നെ പോണക്കുള്ള ഒരു നാ പോലും ഈ രാജ്യത്ത് നിൽക്കത്തില്ല. കാരണം അത്രയ്ക്ക് നിൻ്റെയൊക്കെ മനസ്സിൻ്റെ ദുഷ്ടതയാണ് കാണുന്നത്. ഈ ചാവാലിപ്പട്ടികളെ പോലും ഉപമിപ്പിക്കാൻ പറ്റത്തില്ല നിന്നെയൊക്കെ. ശശികലയൊക്കെ എന്ത് വിഷമാണ് പറയുന്നത്. അവർ ടീച്ചറാണെന്നാണ് പറയുന്നത്. അവരെന്നതാ ടീച്ച് ചെയ്തത്? വിഷം കുത്തി വെക്കുമായിരുന്നു. നമ്മളൊരു സമുദായത്തെ ആക്ഷേപിക്കുമ്പം ആ സമുദായം അവിടെ നിലകൊണ്ടിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ആ സമുദായത്തിലും ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ള ഒരു ചിന്താഗതിയോടെ മുന്നോട്ട് നീങ്ങണമെന്ന് NR മധു എന്ന സംഘടന പത്രാധിപരോട് ഞങ്ങൾ പറയുകയാണ്. NR മധു ഈ പത്രമൊക്കെ ഏതാണെന്ന് പോലും ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. ഈ 3 കോപ്പിയുള്ള പത്രാധിപരൊക്കെ ഈ കേസരിയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസരി എന്താണെന്നും വാഴയ്ക്ക എന്നാണെന്നും ഞങ്ങൾക്കറിയത്തില്ല. കാരണം ഈ കേസരിയൊന്നും ഞങ്ങൾ വായിക്കുന്നത് പോലുമില്ല. കാരണം അതിനകത്ത് വിഷമാണല്ലോ എഴുതി ചേർത്ത് വിടുന്നത്. ആരെങ്കിലും വിഷം നക്കി തിന്നുമോ? നിന്നെ പോണക്കുള്ള പത്രാധിപരിക്കുമ്പോൾ അത് മൊത്തം വിഷമല്ലേ? നീ എന്തിനാ വിഷവും ജാതീയതയുമല്ലേ പറഞ്ഞത്? വിഘടനവാദമല്ലേ നീ അവിടെ പറഞ്ഞത്? ഒരു ക്ഷേത്രം അങ്കണത്തിൽ നിന്ന് പറയാൻ പറ്റിയ വാക്കുകളാണോ നീ അവിടെ പറഞ്ഞത്? എടാ, അറേബ്യ രാജ്യങ്ങളിൽ പോയി അവൻ്റെ ആസനത്തിൽ അത് മൊത്തം നക്കി തിന്ന് ജീവിക്കുന്ന നിൻ്റെ ആൾക്കാർ, അവൻ ഷവർമ അവിടെ അവനതാ തിന്നുന്നത്. അവനവിടെ ചാകുന്നില്ല. അവിടെ അത് കേൾക്കുന്നുമില്ല. ഇവിടെ വന്ന തെരുവിൽ ഈ ശവം കത്തിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? നിനക്ക് വേണ്ടിയത് നിന്റെ വീട്ടിൽ ഇന്ന് 4 കോഴിയെ തിന്നുമല്ലോ നീ, നിൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ. നമ്മളൊരു പറയുമ്പോൾ ഒരു സാമാന്യ യോജിപ്പുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണം. തൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുവെങ്കിലും ഈ ഷവർമ തിന്നാത്ത ആൾക്കാരുണ്ടോ? അപ്പം തൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ? ഈ സമൂഹത്തിൽ ദോഷകരമായ കാര്യങ്ങളെ സംസാരിച്ചാൽ പോരെ? ഒരുത്തൻ ഏത് ഭക്ഷണം കഴിക്കണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? നീ ആരാ? ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നിരനിരക്കെയാണ്. ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ വേടം പറയും. അത് തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി. തൻ്റെ വിഷയങ്ങൾ താൻ പറഞ്ഞോളുക. ഞങ്ങൾക്ക് കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കും, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വഴി നോക്കി പോകും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത് പറയാൻ. കാരണം ഇത്രയും കാര്യം പറയുന്നതിനാണ് താൻ ഒരു വിഘടനവാദമാണ് അയാൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജാതീയ സ്പിരിറ്റാണ് പറയുന്നത്. ജാതീയ സ്പിരിറ്റ് തന്നെയാണോ അത് പറയുന്നത്? നീയൊക്കെ കാണിച്ച പ്രവർത്തികളാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ പൂർവികരോടും കാണിച്ചതാണ് അത് പറയുന്നത്. അതിനകത്ത് നീ ഇത്ര നോവേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നൊന്താലും ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച ഞങ്ങളാണ്, നോവിച്ചത് നീയുമാണ്. അപ്പം നീ അത് കേട്ടിട്ട് എൻ്റെ ഗുരു പൊട്ടുന്ന തരി ഞങ്ങൾക്ക് യാതൊരു വിഷയവുമില്ല. ഇനിയും പൊട്ടിക്കാനും ഞങ്ങൾക്ക് തയ്യാറാണ്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഇത്രയേ സംസാരിക്കുന്നുള്ളൂ. ഈ വേടന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, ക്യാമറ നടത്തുമോ ക്യാമറ നടത്താതിരിക്കുമോ, അതൊക്കെ നിങ്ങളുടെ കാര്യം. ഇന്നും നല്ല കമ്മിറ്റികളുള്ള അമ്പലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പൊതുജനങ്ങൾ വന്ന് അവിടുത്തെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ പങ്കെടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്. നിന്നെ പോണക്കുള്ള തെണ്ടി ആൾക്കാരിരിക്കുന്ന കമ്മിറ്റികളിലൊക്കെയാണ് ആളില്ലാത്തത്. അപ്പം അവിടെ ക്യാമറയൊക്കെ വേണമെങ്കിൽ നടത്താം, അതിനൊന്നും ഒരു വിഷയവുമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വീഡിയോ നിർത്തുന്നു. എല്ലാവരും എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.